ഹലോ. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ? അല്ല, ഞാനിപ്പോഴും ആലോചിക്കായിരുന്നു, തന്നെ കണ്ടപ്പോ അവനെന്തിനാ ഇങ്ങനെ ഞെട്ടിയത്? മേഘൻ. അതെനിക്കറിയില്ല. ഇപ്പോഴെന്റെ ബലമായ സംശയം നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു എന്നാ. ഇനി മേഘന എന്നെ പരിചയം ഉണ്ടായിരുന്നോന്ന് അറിയില്ല. അല്ല, അവന്റെ ക്യാരക്ടറിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലോ. കണ്ണി കണ്ട പെമ്പിള്ളാറ് പുറകെ നടക്കുന്ന ഒരു സ്വഭാവം അവനുണ്ട്. താനും കാണാൻ തരക്കേടില്ലാത്തൊരു പെൺകുട്ടിയാ. തരക്കേടില്ലെന്ന് മാത്രമല്ല, സുന്ദരിയാ. അങ്ങനെയുള്ള പെൺകുട്ടികൾ അവൻ വെറുതെ വിടാറില്ല. എന്നാ അയാൾ എന്റെ പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിലോ? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ ചെറുപ്പക്കാർ ആൺകുട്ടികൾ നോക്കും. ചിലപ്പോൾ അവരുടെ പിന്നാലെ നടക്കുകയും ചെയ്യും. അങ്ങനെ കണ്ണേട്ടൻ നടക്കാറുണ്ടോ? കാണാൻ സൗന്ദര്യമുള്ള പെൺകുട്ടികളെ ഞാനും നോക്കാറുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കിയിട്ടും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. അവരെ സ്നേഹിക്കാൻ നല്ലതെ അവരുടെ ആഗ്രഹത്തിനൊത്ത് നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇനി അതിലേക്കൊന്നും സംസാരം പോകണ്ട. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, ഇഷ്ടപ്പെട്ട പെൺകുട്ടികളുടെ പിന്നാലെ ആൺകുട്ടികൾ നടക്കുന്നതൊന്നും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവരെ ശല്യം ചെയ്താ അത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. എന്നുവെച്ചാ മേഘൻ എപ്പോഴെങ്കിലും തന്നെ ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ലെന്നാ പറഞ്ഞത്. ഇങ്ങനെ ചിന്തിക്കുന്ന ആളിനോട് സത്യം പറഞ്ഞാ അതൊരു കുടുംബകലഹത്തിന് വഴിതെളിക്കും. എന്താടോ? അയാൾക്ക് എന്നെ കാണുന്ന ഇഷ്ടമല്ല. ഞാൻ സ്വത്ത് മോഹിച്ച് കമലേശ്വരം തറവാട്ടിലേക്ക് വന്നവളാണെന്നല്ലേ എല്ലാരും പറയുന്നേ. എന്റെ കൂട്ടുകാരികൾ പോലും അന്നത്തെ ഫംഗ്ഷൻ എന്നോട് ചോദിച്ചു, കണ്ണേട്ടനെ വിവാഹം കഴിച്ചത് കണ്ണേട്ടന്റെ സമ്പത്ത് കണ്ടിട്ടാണോന്ന്. അവരോടൊക്കെ താൻ എന്ത് മറുപടിയാ പറഞ്ഞത്? എനിക്ക് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ കണ്ണേട്ടനെ ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞേ. അങ്ങനെ ഇഷ്ടപ്പെടാൻ മാത്രം എനിക്ക് എന്ത് പ്രത്യേകതയെന്നാ ഞാൻ ആലോചിക്കുന്നേ. കണ്ണേട്ടനറിയാത്ത ഒരുപാട് പ്രത്യേകതകൾ ഞാൻ കണ്ണേട്ടനെ കാണുന്നുണ്ട്. ഇന്നത്തെ കാലം ശരിയല്ല കണ്ണേട്ട. ആ സമയത്ത് ഇതുപോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ആൾക്കാരെ കണ്ടുമുട്ടുന്നതും അവരുമായി ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നതും ഒക്കെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുണ്യമാണെന്നേ പറയാൻ പറ്റൂ. അവിടെയും എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളില്ല മഹി. ആ നഷ്ടങ്ങളൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റും. സത്യം പറഞ്ഞാ ഒരുപക്ഷെ കണ്ണേട്ടൻ വിശ്വസിക്കണമെന്നില്ല. ഓരോ ദിവസം കഴിയും തോറും കണ്ണേട്ടനോടുള്ള എന്റെ സ്നേഹം ഇരട്ടിച്ചോണ്ടിരിക്കുക. അതിന് കാരണമുണ്ടെന്ന് കൂട്ടിക്കോളൂ. എന്ത് കാരണം? അതൊന്നും എനിക്കിപ്പോ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. ഈ മേഘൻ എന്ന് പറയുന്ന ആളെ കണ്ണേട്ടന് പൂർണ്ണമായും വിശ്വാസമില്ലല്ലോ. അതുകൊണ്ട് ബിസിനസ് ഒക്കെ അയാളെ ഏൽപ്പിക്കുമ്പോ അതിനകത്തൊക്കെ അയാൾ എന്തെങ്കിലും മായമൊക്കെ ചേർക്കുന്നുണ്ടോ നോക്കുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യം ഞാനതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനങ്ങ് കണ്ണടയ്ക്കുന്നേ. പക്ഷെ അങ്ങനെ കണ്ണടയ്ക്കുന്നത് ഒരു തകർച്ചയ്ക്ക് കാരണമാവരുത്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. നീ വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കായിരുന്നു. ഏട്ടനും ഏട്ടത്തെയും കൂടി ധൃതി കൂട്ടുക പിള്ളേരുടെ കല്യാണം നടത്താൻ. മേഘന്റെയും മഞ്ജുവിന്റെയും കല്യാണം ഇടവത്തി നടത്തണമെന്നാ ഏട്ടനും ഏട്ടത്തെയും പറയുന്നത്. ഞങ്ങളിന്നവിടെ പോയിരുന്നു. പക്ഷെ ആ സമയത്ത് കല്യാണക്കാര്യത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. നിങ്ങൾ അവിടെ ചെന്ന കാര്യമൊക്കെ ഏട്ടൻ പറഞ്ഞായിരുന്നു. കുറെ നാളായിട്ട് മേഘൻ ഇയാളെ മുങ്ങി നടക്കായിരുന്നു. അതുകൊണ്ട് ഇയാൾക്ക് മേഘനെ കാണണമെന്ന് വലിയ വാശിയായിരുന്നു.
അതേതായാലും ഇന്നത്തോടെ അവസാനിച്ചു. ആ, ഇവളെ കൊണ്ടുപോയി അധികം ആണുങ്ങളെ ഒന്നും കാണിക്കാത്തതാ നല്ലത്.